guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വിഷമമുണ്ട്, സന്തോഷമുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്ര നാളിവിടെ അബുദാബിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഞാൻ പോവുകയാണ് ഗൈസ്. കുറച്ച് നാളത്തേക്ക് ഒരു 12 ദിവസത്തിനാണ് പോകുന്നത്. മതിയില്ല, എന്നെ കൊണ്ടുവന്നില്ല ഗൈസ്, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാണ്. പോയിട്ട് വരാം. അപ്പോൾ ഇന്നിനിപ്പോൾ ദുബായിൽ നിന്നാണ് ഫ്ലൈറ്റ്. നമ്മൾ അബുദാബിയുള്ളത്. അപ്പോൾ വൈകിട്ട് നമ്മുടെ ടീമിലെ ഇജാസ് ബ്രോ ടീംസ് എല്ലാവരും കുറച്ച് പേര് വരുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ദുബായിക്ക് പോകാന്നാണ്, രാത്രി പോകാന്നാണ് പ്ലാൻ. അപ്പോൾ നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. നാളെ രാവിലെയാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 21 മോർണിംഗ് 10 o'clock ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ ഇന്ന് രാത്രി പോകും, നമുക്ക് വേറെ പണിയില്ലല്ലോ. നമ്മൾ അവിടെ പോയി കുറച്ചൊന്ന് കറങ്ങി ഒന്ന് സമാധാനമായിട്ട് പോകും. അങ്ങനെ അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മൾ ഫുള്ള് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഇൻട്രോ എടുത്ത് ഒരുമിച്ച് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ വേറെ കാര്യത്തിന് വന്നതാണ്, കാരണം കുറെ പണിയുണ്ട്. ബാക്കിയുള്ള പണി മൊത്തം എനിക്ക് തന്നിട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് നൈറ്റ് കുറച്ച് ട്രാവലിങ്, നമ്മളെല്ലാവരും കൂടി ദുബായി പോകുന്നു. ഫുള്ള് ദുബായിൽ കുറച്ച് പരിപാടികൾ. നാളെ രാവിലെ ഞാൻ അങ്ങ് കേരളത്തിലേക്ക്. അപ്പോൾ ഞാൻ ദുബായിന്ന് അബുദാബിക്ക് കരണ്ട ഞാൻ വരും. പക്ഷേ ക്രിസ്മസിന് ഈ പ്രാവശ്യം നമുക്ക് ക്രിസ്മസ് വ്ളോഗ് ഞാൻ പറയട്ടെ, ഈ പ്രാവശ്യം നമുക്ക് ക്രിസ്മസ് വ്ളോഗ് ഇല്ല ഗൈസ്. ക്രിസ്മസ് വ്ളോഗ് ഇല്ല, ന്യൂ ഇയർ വ്ളോഗ് ഇല്ല. ബിക്കോസ് കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ അടിപൊളി വീഡിയോസ് കൈ അടയുന്നു, ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന്, ഈ പ്രാവശ്യം സെലിബ്രേഷൻ ഉണ്ട് പക്ഷെ കണ്ണനില്ല. എന്തിനാ ഇങ്ങനെ പോകുന്നത്? കുഴപ്പമില്ല, കൈ കടയുന്നുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ, അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്കിനി വൈകിട്ട് കാണാം ബാക്കി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളെ വൈകിട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിലേക്ക് പോവാണ്. ഇജാസ് ബ്രോ വന്നു. അതിൻ്റെ ഇടയിലൊന്നും ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഹലോ ചെന്നപ്പം ബാക്കിലുണ്ട്. ഞങ്ങൾ ഏകദേശം ദുബായി എത്താറായി. ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ടൈം പോയി. കുറച്ച് പണികളുണ്ടായിരുന്നു. യെസ് ഗൈസ്, മാപ്പ് ഇട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ദുബായിൽ എത്തിച്ചേരും. കാവ്യ അവിടെ ഉണ്ട്. ഇജാസ് ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? അതിപ്പോ എന്തായാലും ഞങ്ങൾ യാത്രയിലാണ്. ഞങ്ങൾ ദുബായിൽ എത്തിയിട്ട് വരാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കരാമയിലെത്തിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോവാം. നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇന്ന് നൈറ്റ് ഫുള്ള് ഫ്രീയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി അതെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേഗം വരാം. ഇജാസ് ബ്രോ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ബീഫാണ്. ഇതെന്താ ബ്രോ? ബീഫല്ലേ? പിന്നെ പ്ലസ് അപ്പം. ഒന്നും കഴിക്കാം അല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ച് സെറ്റായിട്ട് ബീഫ് ചോക്ലേറ്റ് ഫ്രൈ ആണോ എന്തോ ഓക്കെ. അപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം. ഓക്കെ. ഹലോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ജസ് ബ്രോ, ഞങ്ങളങ്ങനെ കരാമ സെൻട്രയിലൂടെ രാത്രി എത്ര മണി? 3:30. 3:30 നടന്നുകൊണ്ടിരിക്കണം. വെറുതെ പറഞ്ഞു 1:30 ആയിട്ടുള്ളൂ. വണ്ടി എടുക്കും, നേരെ പോകും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ സമയം 2:45, 3 മണിയാവാറായി. അപ്പം നമ്മളിവിടെ ഒരു ബീച്ചിൽ വന്നേക്കുവാണ്. നല്ല തണവുണ്ട്, നല്ല കിടിലൻ വൈബ്. കാണുന്നുണ്ടോന്ന് അറിയില്ല ബാക്കില്. such a beautiful beach. യെസ്, നല്ല കിടിലൻ വൈബാണ് ഇവിടെ. നല്ല അടിപൊളി. പിന്നെ അവിടെ അങ്ങോട്ട് നോക്കൂ, കാണുന്നുണ്ടോ ബുർജ് ഖലീഫ? ക്ലിയർ ആവുന്നില്ല, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കണ്ടോ കിടിലൻ വൈബാണ്. ഇജാസ് ബ്രോ തണുക്കുന്നുണ്ടോ? വെള്ളത്തിൽ പോയി കൈയിട്ടോ? അയ്യോ, എന്റെ കൈയൊക്കെ വിറക്കുന്നു. നല്ല തണവുണ്ട് കേട്ടോ. ഞാൻ വെള്ളത്തിൽ കൈയിട്ട് വന്നത് ആണോ? വേണ്ട എനിക്ക് വേണ്ട. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്.
പക്ഷെ ഇന്ന് നൈറ്റ് ഫുള്ള് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുവാണ് ഗൈസ്. നല്ല അടിപൊളി വൈബ്. കൊള്ളാം, കിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ നമ്മൾ ദുബായിൽ ഇങ്ങനെ ഒരു നൈറ്റ് പാർക്കിൽ വരുന്നത്. കാണിച്ചു തരാം ഗൈസ്. വെള്ളം ജസ്റ്റ് ബ്രോ പറയ്. നാളെ രാവിലെ ഞാൻ പോകും. രാവിലെ അല്ല, 3 മണി ആവാറേ. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. കുഴപ്പമില്ല, പോയിട്ട് തിരിച്ചു വരൂല്ലേ. 10 ദിവസം ഇത്രേ ഉള്ളൂ. ചില്ലറ. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു ട്രാവൽ ചെയ്യുന്നതിനായിട്ട് മുന്നേ നമ്മളിങ്ങനെ നൈറ്റിൽ ഇങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങി കുറെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത്, നമ്മള് ഒരു ട്രാവലിങ്ങിന് മുന്നേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നൈറ്റൊക്കെ ഇറങ്ങി ഫുള്ള് ഫുഡൊക്കെ കഴിച്ച് നമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് പോകുന്നത്. ഞങ്ങളല്ല, ഞാൻ പോയിട്ട് ഞാൻ വരൂല. 10-12 ദിവസം. പിന്നെ നമുക്ക് അടുത്തത് ജബൽ. അതെ ഞങ്ങളിനി ഞാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രിപ്പ് പോണേ. വലിയൊരു ട്രിപ്പ്. അതെ, അത് ഞങ്ങൾ തകർക്കും. തമാശ കളിക്കല്ലേ. അപ്പൊ ഞങ്ങൾ കുറച്ചേരം കൂടെ അടിച്ചു വിളിക്കട്ടെ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എയർപോർട്ടിലേക്ക് പോകുന്ന കഥകൾ കാണാം. ഞങ്ങൾ ഇങ്ങനെ വണ്ടി കയറുന്നത്, ഫുഡ് കഴിക്കുന്നത്, കറങ്ങി കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അടിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി എയർപോർട്ടിൽ പോകണം. പോയിട്ട് വരാം. ബ്രോ പോയിട്ട് വരാട്ടാ, നിങ്ങൾ വിഷമിക്കരുത്. പോയിട്ട് വന്നോ. 10 ദിവസം. അപ്പൊ എന്തായാലും ബൈ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടെ കുറച്ചേരൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യട്ടെ. എയർപോർട്ടിൽ പോകുന്ന. അതെ പണി കാണിച്ചത്. ഫോൺ അടിച്ച് പൊട്ടിച്ച് ഗൈസ്, തല്ല് പൊളിച്ച് ഗൈസ്. അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് കാവ്യ വന്നിട്ടുണ്ട്. കാവ്യ 2 വാക്ക് പറയൂ. കാറിൽ നിന്നും ലേസ് എടുക്കാൻ പോയ യുവതി തിരിച്ചു വന്നിരിക്കുന്നു വിത്ത് ലേസ്. അതെനിക്കറിയാം, കാവ്യായിരിക്കും. ഹലോ ഗൈസ്, ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഇവിടെ ബീച്ചിൽ നടന്നിട്ടേ എന്താ പരിപാടി എന്ന് പറഞ്ഞു. നോക്കട്ടെടാ, വന്നേടാ, കാണിക്ക് നോക്കട്ടെ എന്താ എടുക്കുന്നേ. ജസ്റ്റ് പ്രോ വെള്ളത്തിൽ ഇറങ്ങിട്ടോ. ഇതിന്ന് ഷൂ ഇത് നനയും, പാൻറ് നനയും. ഇതാണ് പരിപാടി. നോക്കിയേ, ഇതെന്തോ ഒരു ഡിഫറെന്റ് ടൈപ്പ്. നോക്ക്. കൊള്ളാം അടിപൊളി. അപ്പൊ ചിലതൊക്കെ കാണാൻ ഭയങ്കര എനിക്ക് സങ്കടമൊന്നുമില്ല. ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ കൊറേയൊക്കെ. നോക്ക്. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും പോവാണ് ഗൈസ്. ഇനി ഞാനൊരു തിരിച്ചുവരവില്ല ബീച്ചിൽ. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം അല്ലേ. ഇപ്പൊ പോകാനുള്ള സമയം ഏകദേശം 3 മണിയായി. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം അല്ലേ. 2 hours ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്താറായി. പരിപാടിയൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ച് വയ്യാണ്ടായി. ഞങ്ങൾ എയർപോർട്ട് എത്താറായി ഗൈസ്. ജസ്റ്റ് ബ്രോ പറയൂ, എന്താ കൊണ്ടുവരേണ്ട നാട്ടിൽ നിന്ന് വരുമ്പോൾ. ഞങ്ങൾ എത്താറായി. ഇനി വെറും 4 കിലോമീറ്റർ, 9 മിനിറ്റ് മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. എല്ലാവരും ജസ്ബ്രോ ഭാവിനി ജസ്ബ്രോയിന് വണ്ടി ഓടിച്ചിന് ബാക്ക് ടു അബുദാബി വരെ പോകണം. ഓൾ സെറ്റല്ലേ? അയ്യോ എന്തത് ആണോ? ഓക്കെ, നമുക്ക് എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഞാൻ കേറട്ടെ. എന്തിനു വിഷമം? കാവിക്കാണല്ലോ വിഷമം. സെറ്റാണ്, പോയിട്ടാ. ബാക്കി ഞാൻ വഴിയെടുക്കാം ഗൈസ്, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ഗൈസ് എല്ലാം കഴിഞ്ഞു. ഹലോ, പോട്ടെ ഇവിടെ പോട്ടെ പോട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ഇനി പോയിട്ട് വരാം. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. പോയിട്ട് വരാം.
ഗൈസ് പോവാണ് ഓൾ സെറ്റ്. ഹലോ ഗായ്സ്, വയ്യാണ്ടായിട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ ഫൈനലി കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാഗ് കളക്ട് ചെയ്യണം. അള്ളാ ചത്ത്. സോ നല്ല ടയർഡായി. ഇന്നലെ നൈറ്റ് നമ്മൾ ഫുള്ള് പോയതുകൊണ്ട് നമ്മൾ ഫുള്ള് ടയർഡായിട്ടുണ്ട്. അയ്യോ, നമുക്ക് വേഗം ബാഗ് കളക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അച്ചു, അമ്മ, എൻ്റെ ഒരു ബ്രദർ വന്നിട്ടുണ്ട് വിളിക്കാൻ. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വെയിറ്റിംഗ് ഫോർ മൈ പെട്ടി. ഇവിടെ നമ്മൾ പെട്ടി വരുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ പെട്ടി വരുന്നുണ്ട്. അയ്യോ, സൗണ്ടൊന്നുമില്ല ഗൈസ്, സൗണ്ടൊക്കെ ഫുള്ള് പോയിക്കുന്നു. അപ്പോൾ നമ്മുടെ പെട്ടി ഫുള്ള് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മളെ വിളിക്കാൻ വണ്ടി വരുന്നുണ്ട്. വെറൈറ്റിയാണ്, നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡാഡിക്കുള്ളിൽ എല്ലാവരും കൂടി ഓട്ടോ വിളിച്ച് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞ് പെട്ടിയൊക്കെ കിട്ടി. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ വണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അച്ഛനും അമ്മയും നമ്മുടെ ഒരു കസിനും കൂടിയിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഓട്ടോയിലാണ് വരുന്നത്. ഓട്ടോയിൽ ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഗൈസ്, നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഗൈസ്. This is our വണ്ടി. ഹലോ എന്താണ് നിങ്ങൾ എന്തിനാ? ഹലോ ഗൈസ്, അപ്പോൾ ഫൈനലി ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് തിരക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഇതാണ് മഹി. ആയി പറയൂ. ഇതാണ് മഹി. ബൈക്കിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം വന്നതാ. ഹലോ മാം. ഞങ്ങളുടെ വെട്ടി സാധനങ്ങളൊക്കെ ബാക്കിലുണ്ട്. ഞങ്ങൾ വണ്ടിയുടെ ബാക്കിൽ ശാന്തി സമാധാനമായിട്ട് ബൈക്ക് നാളെ വരുന്നുണ്ട്. സോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ അച്ചു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈഡില്ല. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത് പൊന്നപ്പനെയാണ്. പൊന്നപ്പൻ ഈസ് വെയിറ്റിംഗ് ഫ്രം ഹിയർ. പൊന്ന, എന്താത്? വാട്ട് ഈസ് ദിസ്? ഹെൽമെറ്റ് ഉണ്ടോ? ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ പ്ലസ് പൊന്നൂൻ്റെ റൈഡ്. അപ്പോൾ സെലിബ്രേഷൻ പോകുന്നുണ്ട്.
ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ദിസ് ഈസ് മൈ ഹൗസ്. പൊന്ന് നേരത്തെ ഒന്നുകൂടി ഇരിക്കുന്നുണ്ട്, ചാവി ഇല്ലാത്ത കാരണം. അവിടെ നമ്മുടെ അപ്പു കരയുന്നുണ്ട്. വണ്ടി ഇവിടെ ലാൻഡ് ചെയ്ത്. എന്താ സർപ്രൈസ്? എന്താ സർപ്രൈസ്? ഓ മൈ ഗോഡ്, എന്തോ സർപ്രൈസ് ഉണ്ട്, കാണാം. ഓ ണ്ടല്ലോ. ഇവരെ ഞാൻ അങ്ങ് പൊക്കും, അങ്ങ് അബുദാബിയിലേക്ക്. നൈസ്. അപ്പോൾ ഇത് പൊന്നുവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. യെസ്. അപ്പോൾ നമുക്ക് എടുത്തെടുത്ത് വീട്ടുകാരാം. വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ചിച്ചു. ചിച്ചുവിനെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്. കണ്ടാ ചിച്ചു നോക്കിയാ, നമ്മുടെ ചിച്ചു ഇവിടെ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നോക്ക്. ആ ഓക്കെ, പിടിച്ചു, ലോക്കാക്കി. പുറത്ത് ലൈറ്റ് ഇല്ലേ? ലൈറ്റില്ല. This is my Supra. Now it's resting time. And full കിടക്കുവാണ്. ചെക്ക് ശരിയാക്കി എടുക്കണം ഞാൻ. സ്പോയിലർ ടോപ്പൊക്കെ ഇവിടെ ഫുള്ള് റെഡി കിടക്കുമല്ലോ. എല്ലാം ശരിയാക്കണം നമുക്ക്. ശരിയാക്കും. നമുക്ക് അടുത്തതായിട്ട് ഇനി എന്താ, വീട്ടിലെത്തി. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഗൈസ്. ആഫ്റ്റർ ലോങ് ട്രിപ്പിന് ശേഷം ഫൈനലി വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലൊരു പടനായകൻ പൊന്നപ്പൻ. നമ്മോട് ഇരിക്കുന്നു. അച്ചോടെ ഉണ്ട്, അച്ചൊക്കെ വരും. കുട്ടനോടെ മൂടിയിട്ടേക്കുന്നു. പിന്നെ ഒരാളും കൂടി ഉണ്ട്. അച്ഛനും നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. അച്ഛനിതാ സ്പീക്കറും മൈക്കും പാട്ട് പാടാന്. ഇനി എന്നോടെ പാടി ഇവിടെ മരിക്കും. ആ അമ്മക്ക് ഞാനിതാ അമ്മക്ക് ഫോണ് കൊറേ നാൾക്ക് ശേഷം അമ്മ ഫോൺ ഉപയോഗിക്കാൻ പോവാണ്. അച്ഛൻ്റെ സാധനം കൊടുക്ക് പോവാനേ. 2 മൈക്ക് അച്ഛനും പാടാം അമ്മയ്ക്കും പാടാം. സാധനങ്ങളുണ്ട്, കൊണ്ടുവന്ന സാധനം കേട്ടാ. ശരിയല്ലേ, കളക്ഷനിലേക്ക് വെക്കാനുള്ളതാ. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അബുദാബി ഷാബിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചിന്നപ്പിനെ കൂടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ദുബായി പോയി, ദുബായിലെല്ലാം കറങ്ങി ആണെന്ന് നേരെ കേരളത്തിലെത്തി. ഇപ്പോൾ ലാസ്റ്റ് ഫൈനലി നമ്മളെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാപ്പി, അടിപൊളിയായിരുന്നു ട്രാവലിംഗ് എല്ലാം. ചിന്നപ്പ എല്ലാവരും നല്ല ഹാപ്പിയായി. പിന്നെ ഇന്നലെ നല്ല ക്ഷീണമായതുകൊണ്ട് വേഗം കിടന്നുറങ്ങി. പിന്നെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ചെയ്യുവാണ്. പിന്നെ ചിന്നപ്പിന് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. സാരമില്ല, നമുക്ക് പറ്റൂ. അവിടെ നമ്മളെല്ലാ വീഡിയോസും ഒരുമിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. എന്തായാലും നമുക്ക് തിരിച്ചു പോയിട്ട് വീണ്ടും വീഡിയോസൊക്കെ അടിപൊളിയാക്കാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ ബൈ ബൈ.